ഉണ്ണിമുകുന്ദനും മാർക്കോയും ഇന്ത്യ ഒട്ടാകെ തരംഗമാകുമ്പോൾ ഉണ്ണിയുടെ സിനിമകളും ജീവിതവും ശ്രദ്ധാകേന്ദ്രമാകുന്നു. പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന വിശേഷണത്തിന് അർഹരായ പല മലയാള താരങ്ങളുമുണ്ട്. അവരെയെല്ലാം ഇന്ത്യ ഒട്ടാകെ അറിയും. പല സിനിമകളും രാജ്യത്താകമാനം റിലീസ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ഉണ്ണിമുകുന്ദൻ നാളിതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും തിരുത്തി എഴുതുകയാണ്. സിനിമ കളക്ട് ചെയ്യുന്ന തുകയുടെ കണക്കിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ മാർക്കറ്റ് എന്ന് അവകാശപ്പെടുന്ന ബോളിവുഡിലെ ഹിന്ദി സിനിമകൾ പോലും മാറ്റിവെച്ച് ഉണ്ണിയുടെ മാർക്കോ റിലീസ് ചെയ്യപ്പെടുകയാണ് വടക്കേ ഇന്ത്യൻ പ്രവിശ്യകളിൽ. കേവലം റിലീസ് മാത്രമല്ല സംഭവിക്കുന്നത്, പകരം ഒറിജിനൽ ബോളിവുഡ് സിനിമകൾക്ക് ലഭിക്കുന്നതിന് സമാനമായ കളക്ഷനാണ് മാർക്കോയുടെ ഹിന്ദി ഡബ്ഡ് വേർഷന് ലഭിക്കുന്നത്. ഹിന്ദി ബെൽറ്റിൽ അറിയപ്പെടുന്ന താരങ്ങൾ ഒന്നും തന്നെ സിനിമയിലില്ല. ഉണ്ണി തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന നടനാണെങ്കിലും ഹിന്ദി സിനിമയിൽ അത്ര ജനപ്രിയനായിരുന്നില്ല. എന്നാൽ ഒറ്റ ചിത്രത്തോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. മലയാളത്തിനൊപ്പം നോർത്തിലും സൂപ്പർ താര സിനിമകളെ ഒറ്റയടിക്ക് അട്ടിമറിച്ചുകൊണ്ട് മാർക്കോ ജൈത്രയാത്ര തുടരുകയാണ്. മലയാളത്തിൽ മറ്റൊരു നടനും താങ്ങാൻ കഴിയാത്തത്ര ഹേറ്റ് ക്യാമ്പയിനുകൾക്ക് ഇരയായ നടനാണ് ഉണ്ണി. സമാജം സ്റ്റാർ, സംഘി സ്റ്റാർ എന്നൊക്കെ അദ്ദേഹത്തെ അധിക്ഷേപിച്ചവരുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുൻപരിചയമുണ്ടെന്നതും അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ ഒരു പരിചയം പുതുക്കൽ സംഭവിച്ചു എന്നതുകൊണ്ടും ഉണ്ണി ഒരു പ്രത്യേക മതത്തിന്റെയോ പാർട്ടിയുടെയോ ചട്ടക്കൂടിലേക്ക് ചിലർ ഒതുക്കി. എത്ര നല്ല സിനിമയുമായി വന്നാലും ഉണ്ണിയെ എറിഞ്ഞു വീഴ്ത്തുമെന്ന ദൃഢപ്രതിജ്ഞയെടുത്തതുപോലെ. മേപ്പടിയാൻ എന്ന സിനിമ വിജയം വരിച്ചിട്ടും മാളികപ്പുറം 100 കോടി ക്ലബിലെത്തിയിട്ടും സിനിമയുടെ ക്രെഡിറ്റ് മാളികപ്പുറമായി അഭിനയിച്ച ദേവനന്ദയ്ക്കും സ്വാമി അയ്യപ്പനും നൽകിക്കൊണ്ട് ചിലർ ഉണ്ണിയുടെ നേട്ടം കണ്ടില്ലെന്ന് നടിച്ചു. ഇപ്പോൾ ഉണ്ണിയുടെ സിനിമാ ജീവിതവും സ്വകാര്യ ജീവിതവും ചർച്ചയായി മാറുകയാണ്. അഹമ്മദാബാദിൽ ഉണ്ണി വളർന്ന വീട് കണ്ടാൽ ആരും ശരിക്കും പറഞ്ഞാൽ ഒന്ന് അമ്പരക്കും. ഇടത്തട്ടിലും താഴെയുള്ള ഒരു സാധാരണ വീട്ടിൽ അതീവ സാധാരണമായ സാഹചര്യങ്ങളിൽ വളർന്ന യുവാവ്. തല താഴ്ത്തിയില്ലെങ്കിൽ തലയിടിക്കുന്ന കവാടം. തനിക്ക് ഉയരം കൂടുന്നു എന്ന് തിരിച്ചറിഞ്ഞതുപോലും അവിടെ തലയിടിച്ചിട്ടാണെന്ന് ഉണ്ണി തമാശ രൂപേണ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 24 വർഷങ്ങൾ ആ കുടിസു വീട്ടിലാണ് ഉണ്ണി മുകുന്ദൻ എന്ന ഇന്നത്തെ നടൻ ജീവിച്ചു തീർത്തത്. നമ്മളിൽ ഒരാളായ ആ യുവാവ് ഇങ്ങനെ സംഘം ചേർന്ന് ആക്രമിക്കപ്പെടാൻ തക്ക ഒരു കാരണങ്ങളും അയാളുടെ പശ്ചാത്തലത്തിനോ തുടർന്നുള്ള ജീവിതത്തിനോ ഇല്ല. എന്നിട്ടും സ്വയം പ്രഖ്യാപിത ശത്രുക്കളുടെ മൃഗീയ വിനോദങ്ങൾക്ക് ഉണ്ണി ഇരയായി. എന്നാലും ആവർത്തിച്ച് ഓരോ ഇന്റർവ്യൂകളിലും അഭിമുഖങ്ങളിലുമെല്ലാം ഉണ്ണി പറഞ്ഞത്, എനിക്ക് ആരോടും പിണക്കമില്ല, എന്തിനെന്നെ വേട്ടയാടുന്നു എന്നാണ് മനസ്സിലാകാത്തത് എന്നാണ്. അഭിനയിക്കാനുള്ള ആഗ്രഹത്തിനൊപ്പം അച്ഛൻ നിന്നു തന്നു എന്നിടത്താണ് ഉണ്ണിയുടെ ഭാഗ്യജാതകം തെളിഞ്ഞത്. സിനിമയിൽ ആരെയും പരിചയമില്ല. പിതാവിന്റെ സുഹൃത്തായ ഗംഗാധരന് നടൻ TG രവിയെ അറിയാം. അദ്ദേഹത്തിൽ നിന്നും ലോഹിതദാസിന്റെ അഡ്രസ്സ് സംഘടിപ്പിച്ചു. മാളികപ്പുറം എന്ന ആദ്യ ഹിറ്റ് പിറന്ന ദിവസം ഉണ്ണി TG രവിയെ വിളിച്ച് അങ്കിൾ അഡ്രസ്സ് കൊടുത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ TGയുടെ കണ്ണു തള്ളി. അങ്ങനെയൊരു സംഭവം അദ്ദേഹം ഓർക്കുന്നു പോലും ഇല്ല എന്നാണ് സത്യം. സുഹൃത്തായ ഗംഗാധരൻ ചോദിച്ചു, കൊടുത്തു, അത്രമാത്രം. ലോഹിയുമായി ആദ്യം ബന്ധപ്പെട്ട കഥ ഉണ്ണിമുകുന്ദന്റെ ഓർമ്മയിലെ ഒരു സുന്ദരമായ ഏടാണ്. ഒരു പേനയും പേപ്പറും എടുത്തു കൊടുത്തിട്ട് കത്തെഴുതാൻ നിർദ്ദേശിച്ചത് അച്ഛനാണ്. ലോഹിയുടെ കൈകളിൽ തന്നെ എത്തണമെന്ന നിർബന്ധം കൊണ്ട് രജിസ്റ്റേർഡ് പോസ്റ്റിലാണ് അയച്ചത്. പക്ഷെ അദ്ദേഹത്തെ പോലെ തിരക്കുള്ള ഒരാൾ പ്രതികരിക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം ഫോണിൽ വിളിച്ച് കൈയക്ഷരം നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു വച്ചു. 1 മാസം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. പറഞ്ഞ ദിവസം തന്നെ ഒറ്റപ്പാലത്തെത്തി അദ്ദേഹത്തെ കണ്ടു. ഉണ്ണി ചെല്ലുമ്പോൾ ഒരു ചേച്ചി വന്ന് സംഭാരം വേണോ എന്ന് ചോദിച്ചു. വേണമെന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് കാവിമുണ്ട് ധരിച്ച് തോർത്ത് ധരിച്ച ഒരാൾ അതിലെ നടന്നു വരുന്നത് കണ്ടു. അയാൾ ചാരു കസേരയിൽ വന്ന് ഇരുന്നിട്ട് പറഞ്ഞു, ഞാനാണ് ലോഹിതദാസ്. ആ സമയത്ത് പുതുതായി വാങ്ങിയ ഒരു ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ടും ധരിച്ചാണ് പോയത്. ഈ വേഷമാണോ സാധാരണ ധരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. അല്ല, സാറിനെ കാണാൻ വേണ്ടി വാങ്ങിയതാണ് എന്ന് പറഞ്ഞു. എന്നെ കാണാൻ വേണ്ടി കാശൊന്നും ചെലവാക്കണ്ട, ഉണ്ണി എങ്ങനെയാണോ അങ്ങനെ വന്നാൽ മതിയെന്ന് പറഞ്ഞു. ഏറെക്കാലം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അടുത്ത പടമായ ഭീഷ്മരിൽ വളരെ പ്രധാനപ്പെട്ട വേഷം ഓഫർ ചെയ്തു. പക്ഷെ അത് യാഥാർത്ഥ്യമാകും മുൻപ് ലോഹി ഈ ലോകം വിട്ടുപോയി. സിനിമയിൽ വന്നിട്ട് 14 വർഷങ്ങളായെങ്കിലും കേരളത്തിലേക്ക് കുടുംബം പൂർണ്ണമായി മാറിയിട്ട് 9 വർഷങ്ങൾ മാത്രം. ആദ്യത്തെ 5 വർഷം ഉണ്ണി തനിച്ച് നാട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു. അമ്മ അടക്കം പിന്നീട് ഒറ്റപ്പാലത്തേക്ക് താമസം മാറ്റി. തൃശ്ശൂരാണ് വാസ്തവത്തിൽ ഉണ്ണിയുടെ കുടുംബ വീട്. ഒറ്റപ്പാലത്ത് കുറച്ച് സ്ഥലം കിട്ടിയപ്പോൾ അവിടെ വീട് വെക്കുകയായിരുന്നു. ചെറിയ താരങ്ങൾ പോലും മെട്രോ സിറ്റികളിലേക്ക് കൂടുമാറുമ്പോൾ ഒതുങ്ങിയ ഒരു സ്ഥലത്തിന്റെ പ്രശാന്തതയിൽ ജീവിക്കാനുള്ള തീരുമാനം പോലും ഉണ്ണിയുടെ മനസ്സിന്റെ പ്രതിഫലനം തന്നെയാണ്.
നിരവധി സിനിമകളിലൂടെ നിരവധി ഭാഷകളിലൂടെയാണ് താരം കടന്നു വന്നത്. നെഗറ്റീവ് കഥാപാത്രങ്ങളും പോസിറ്റീവ് കഥാപാത്രങ്ങളും ഒക്കെ ചെയ്തു. എന്നാൽ മിക്ക സിനിമകളിലും മികച്ച സാന്നിധ്യമുണ്ടായിട്ടും അതൊന്നും കരിയറിൽ വഴിത്തിരിവായില്ല. മോഹൻലാലും ജൂനിയർ എൻടിആറും പ്രധാന വേഷത്തിലെത്തിയ ജനതാ ഗാരേജിലും വില്ലൻ വേഷത്തിൽ ഉണ്ണിയെത്തി. ഇതിനിടയിൽ സമാന്ത നായികയായ യശോദ എന്ന തെലുങ്ക് ചിത്രവും വന്നു. അതിലും നെഗറ്റീവ് റോൾ തന്നെയായിരുന്നു. ഉണ്ണി സ്വന്തമായി നിർമ്മിച്ച മേപ്പടിയാൻ നല്ല കളക്ഷൻ നേടി. രണ്ടാമതായി നിർമ്മിച്ച ഷെഫീഖിന്റെ സന്തോഷവും മികച്ച സിനിമയായി. എന്നാൽ ഇതൊന്നും ഉണ്ണി മുകുന്ദന് താരപദവി കൊടുത്തില്ല. മാളികപ്പുറം ഉണ്ണിയെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുകയായിരുന്നു. അങ്ങനെ 100 കോടി ക്ലബിൽ ഉണ്ണി മുകുന്ദൻ കയറി. പിന്നീട് നിരവധി സിനിമകൾ ചെയ്തു. ജയഗണേഷ് അടക്കമുള്ള സിനിമകൾ ചെയ്തെങ്കിലും ഒന്നും സംഭവിച്ചില്ല. മാർക്കോ റിലീസ് ചെയ്തതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. കേരളവും തെന്നിന്ത്യയും കടന്ന് ബോളിവുഡിലും മികച്ച അഭിപ്രായവും ഒപ്പം വൻ കളക്ഷനും നേടി. ഒറ്റ സിനിമ കൊണ്ട് ഒരാൾ സൂപ്പർ താരമാവുക എന്നതിന് സിനിമാ ചരിത്രത്തിൽ അധികം ഉദാഹരണങ്ങളില്ല. ഉണ്ണി ആ നേട്ടത്തിനും അർഹനാണ്.